ഹായ്, ഫ്ലിക്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ മലൈക്കോട്ടെ വാലിബൻ കണ്ടിറങ്ങിയിരിക്കുകയാണ്. രാവിലെ 7 മണിയുടെ ഷോ. അപ്പോൾ ആദ്യത്തെ ഒരു റെസ്പോൺസ്, ഒരു ഇനീഷ്യൽ റെസ്പോൺസ് ഷെയർ ചെയ്യാനിരിക്കുന്നു. ഒരു ഇൻഡെപ്ത് റിവ്യൂ അല്ല, നമുക്ക് എന്താണോ ഫീൽ ചെയ്തത് എന്നുള്ളത് പങ്കുവയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്താ ഇഷ്ടപ്പെട്ടോ സിനിമ? കണ്ടതെല്ലാം പോയി കാണപ്പോറത് നിജം എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ലളിതമായി പറയാൻ പറ്റുമോ? ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, ബേസിക്കലി ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കുണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലിജോയുടെ പടമാണ്. മോഹൻലാൽ അവതരിപ്പിക്കും, മലയാളത്തിൻ്റെ മോഹൻലാൽ. ഒരു ട്രെയിലറെല്ലാം കാണുമ്പോൾ ടിനുപ്പാപ്പച്ചൻ പറഞ്ഞ ഒരു തിയേറ്റർ കുലുങ്ങുന്നു എന്നെല്ലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമയോട് ഉള്ളൊരു സമീപനം ഉണ്ടായിരുന്നത് ഇതൊരു മാസ് സിനിമയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് കഥയിൽ നിന്നുകൊണ്ട് ആ കഥയ്ക്ക് വേണ്ടി കഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയാണ്. യെസ്, എക്സാക്ട്ലി. അതായത് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ ലിജോയുടെ ഒരു ഇനീഷ്യൽ റെസ്പോൺസസ് പലയിടത്തും കാണുമ്പം ചിലർ നിരാശകൾ ആൾക്കാർ പങ്കുവയ്ക്കുന്നത് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനൊരു പ്രധാന കാരണം ഈ ട്രെയിലറിൽ ഇവർ സ്വീകരിച്ചൊരു ആംബിഗ്യൂറ്റി ഉണ്ട്. ഇതെന്താണ് എന്ന് ആൾക്കാർക്ക് തീരെ റിവീൽ ചെയ്യാത്ത രീതിയിൽ പല തരത്തിലുള്ള ഇൻട്രിഗിങ് ആയിട്ടുള്ള ട്രെയിലേഴ്സാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിലേഴ്സാണ്. പക്ഷേ ആൾക്കാർക്ക് ഒരു പിടി കിട്ടുന്നില്ല ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഈ സിനിമയിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച എക്സ്പെക്റ്റേഷനും ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും വളരെ ഡിഫറെൻ്റാണ്. അപ്പം അതുണ്ടാക്കിയൊരു പ്രോബ്ലം ഇതിലുണ്ടെന്ന് തോന്നുന്നു. ട്രെയിലർ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇത് വിചാരിച്ചു, ഇത് കാണണം എന്ന് വിചാരിച്ചു, ഇന്നത് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നു. പക്ഷേ കിട്ടുന്നത് അല്ല, എനിക്കങ്ങനെ തോന്നി. ട്രെയിലർ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കായിരുന്നു. അതായത് നമ്മൾ ഇന്നത് എക്സ്പെക്ട് ചെയ്തു, കിട്ടിയത് വേറൊന്ന് എന്നുള്ളൊരു പ്രോബ്ലം കുറേയൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, പൂർണ്ണമായിട്ട് അത് ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമയാണ്. കാരണം ഇത് ഈ കഴിഞ്ഞ അങ്കമാലി ഡയറീസ് എടുത്ത ഒരു ഡയറക്ടറാണ് ലിജോ. ആ സമയത്ത് ഒരു മാസ് മൂഡിലൊരു ഇടി ബഹളം പടങ്ങളൊക്കെ ചെയ്ത് അത് ഭയങ്കര നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഒരാളാണ്. അവിടെ നിന്ന് പിന്നെ ലിജോ നൻപകലിലേക്ക് എത്തുമ്പോൾ ലിജോയിൽ കാണുന്ന ഒരു നാടകത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. നാടകത്തിന് എങ്ങനെ സിനിമയിലേക്ക് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് ഇത് കൃത്യമായിട്ട് ഇതിലുണ്ട്. സ്വാഭാവികമായിട്ട് എനിക്കൊന്ന് ലിജോ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണല്ലോ. അപ്പം തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഫ്രെയിംസൊക്കെ ഒരു സ്റ്റേജ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു തിയേറ്ററിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഈ സ്റ്റോറി പെർഫോം ചെയ്യപ്പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു ടിപ്പിക്കൽ സിനിമ കണ്ട് ശീലിച്ച നമ്മുടെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് അതിലൊരു അസ്വാഭാവികത തോന്നാം. കാരണം ഈ ഭാഷ ഡയലോഗിലും ഈ പ്രത്യേകതയുണ്ട്. അതായത് ഒരു നാടകത്തിലെ ആൾക്കാർ എങ്ങനെയാണോ, ഒരു തിയേറ്റർ പെർഫോമൻസിലെ ആൾക്കാർ എങ്ങനെയാണോ ഡയലോഗ്സ് ഡെലിവർ ചെയ്യുന്നത്, അതുപോലെയാണ് ഇതിലെ ഡയലോഗ്സ് വരുന്നത്. വളരെ നാടകീയമായ സംഭാഷണങ്ങളാണ്, ഒട്ടും നാച്ചുറൽ അല്ല, അതായത് ഒട്ടും റിയലിസ്റ്റിക്. നമ്മൾ വളരെ സ്വാഭാവികമായി നമ്മൾ സംസാരിക്കുന്ന സംഭാഷണ രീതിയല്ല. ഒരു തിയേറ്ററിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ആൾക്കാർ എങ്ങനെയാണോ ഡയലോഗ്സ് പറയുക അതുപോലെയാണ് വരുന്നത്. അപ്പോൾ അത് ആൾക്കാർക്ക് ഓക്കെ, ഒരു സിനിമയല്ലല്ലോ കാണുന്നത് എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഇമോഷണലി പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇമോഷണലി നമ്മൾ അവർ പറയുന്ന ഒരു രംഗത്തിനോട് അതിൻ്റെ വൈകാരികതയോടൊന്നും അടുക്കാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് സ്ക്രിപ്റ്റിലുണ്ട്. സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് അത് ഒരു നാടകത്തിന് വേണ്ടി എഴുതിയ, ഇപ്പം നമ്മളൊരു അമർ ചിത്രകഥ വായിക്കുന്ന, ഒരു നാടോടി കഥ വായിക്കുന്ന ഒരു മൂഡിൽ, ആ മൂഡിൽ സിനിമയ്ക്ക് സമീപിക്കുന്നു. പുള്ളിയുടെ എനിക്കൊന്ന് ഒരു വെസ്റ്റേൺ സിനിമയുടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സാമുറായി സിനിമയുടെയൊക്കെ ഒരു സെറ്റിങ്ങിൻ്റെ അകത്ത് ഒരു അമർ ചിത്രകഥ പ്ലേസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഏകദേശം അതുപോലെയാണ് മലൈക്കോട്ടെ വാലിബൻ്റെ ഒരു ടോട്ടൽ മൂഡും ഒരു ടോട്ടൽ സ്റ്റോറിയുടെ നരേഷൻ്റെ പ്രത്യേകതയും. അതായത് ഒരു വെസ്റ്റേൺ മൂവിയുടെ ഒരു സെർജിയോ ലിയോണി മൂവിയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ മൂവിയുടെയൊക്കെ ഒരു സെറ്റിങ്ങിൽ നമ്മളൊരു അമർ ചിത്രകഥ പ്ലേസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും. ഡെഫിനറ്റ്ലി ഈ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ ചില സ്വഭാവങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇയാൾ റോണിൻ ആണല്ലോ, അതായത് ലോഡ് ഇല്ലാത്തൊരു വാരിയറാണ്. അത് നമ്മൾ ഈ സാമുറായിലൊക്കെ റോണിൻ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് വാർലോഡ്സ് ഉണ്ട്, വാരിയേഴ്സ് ഉണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ ലോഡ്സ് ഉണ്ടാവില്ല, അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ. യോജിംബോ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ഈ കുറോസോവയുടെ ഏറ്റവും ഫേമസ് സിനിമയാണ് യോജിംബോ സാഞ്ചൂറോ, അതിൻ്റെ അടുത്ത പാട്ട് സാഞ്ചൂറോ. അപ്പം അതിലൊക്കെ ഉള്ള പോലത്തെ ഒരു വാരിയറാണ് ഇതിലെ മോഹൻലാൽ. അപ്പം അങ്ങനെ ഒരാളെ പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു അമർ ചിത്രകഥ പോലൊരു ഫാൻറ്റസി ബിൽഡ് ചെയ്തു എന്നുള്ളതാണ് എനിക്കിതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ട് ഈ സിനിമ വേണമെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ തോന്നുന്നില്ലേ. പക്ഷേ അതിൻ്റെ ക്യാമറ, അതിൻ്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് വിഷ്വൽസ് ആണ്. സെറ്റിംഗ് ഒക്കെ പക്ഷേ ആ പരിസരം എനിക്ക് നമ്മുടെ ഒരു ആദ്യ പകുതിയിലേക്ക് കടക്കുമ്പോൾ മൊത്തത്തിൽ ഈ ക്യാരക്ടറിലേക്ക് എത്താനും ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവത്തിനെ കാണിക്കാനും അവർ സഞ്ചരിക്കും. ഇത് നമ്മൾ ഭൂമിയിൽ എവിടെയില്ലാത്തൊരു സ്ഥലം, എവിടെയില്ലാത്ത നടന്നൊരു കഥ. അപ്പം സത്യത്തിൽ മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് മോഹൻലാൽ ഈ കഥ പറയുന്നുണ്ട്. നിങ്ങൾ ഒരു മാസ് അങ്ങനത്തെ വലിയ പടങ്ങളൊന്നുമല്ല, ഒരു ബാഹുബലി അങ്ങനത്തെ ലെവൽ പരിപാടികളൊന്നുമല്ല, ഇതൊരു ചെറിയ കഥയാണ്
എന്ന് പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് എക്സാക്ട്ലി. എനിക്ക് തോന്നുന്നു അത് ഈ സ്ഥിരം മലയാള സിനിമയിൽ പറ്റുന്നൊരു പ്രശ്നമാണ്. ഈ പാൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രാപ്പിൽ മലയാള സിനിമകൾ വീണ്ടും വീണ്ടും പെട്ടുപോകുന്നുണ്ട് തോന്നുന്നു. ഇപ്പോൾ കിങ് ഓഫ് കൊത്ത് അതേപോലെ പെട്ടുപോയൊരു സിനിമയാണ്. ഈ ലിജോ അതിൽ പെട്ടുവെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ സിനിമ നമ്മളായിട്ട് ഇമോഷണലി കണക്റ്റ് ആവാത്തത് ഇത് ബേസിക്കലി നമുക്കൊരു മലയാള സിനിമയായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഇതൊരു മലയാള സിനിമ, കേരളത്തിൽ നടക്കുന്ന മലയാളികളുടെ ഒരു കഥ പറയുന്ന ഒട്ടും റൂട്ടഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല ഇത്. സ്വാഭാവികമായിട്ടും ഇമോഷണലി നമുക്കതായിട്ട് കണക്റ്റ് ആവാൻ കുറച്ച് പ്രയാസമുണ്ട്. വേറെ തന്നെ ഒരു ഫാൻറ്റസിന് ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഭാഷയില്ല. അതായത് ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറും കൂടെയാണല്ലോ. അപ്പോൾ ഭാഷയോ ദേശമോ കാലമോ ഇല്ല. അപ്പോൾ ഇമോഷണലി കണക്റ്റ് ആവാൻ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഈ സിനിമയ്ക്കുണ്ട്. ഒരു പക്ഷേ ഈ സിനിമ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വേറെ രീതിയിൽ എടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് തന്നെ. എനിക്ക് തോന്നിയത് ഈ പാൻ ഇന്ത്യൻ ആവാൻ വേണ്ടിയിട്ടും കൂടെ ആണെന്ന് തോന്നുന്നു. കേരളത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള ഒരു ഭാഷയും വൈഡ് വിഷ്വൽസ് വെച്ചിട്ട് അത് ഒരുപാട് അത്ര ഷോട്ടുകളുണ്ട്. ആ ഷോട്ടുകൾ കാണുമ്പോൾ സ്വാഭാവികമായി തോന്നുന്ന ഒരു വാവ് ഫീൽ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂൺ ലാസ്റ്റ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അതിലെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. വൈഡ് ഷോട്ടിനകത്ത് ചില എലമെൻറ്റുകൾ വെക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു ഇതിനോട് തോന്നുന്ന വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഇമോഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയോടുള്ള അത് ഒരുപാട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ വെസ്റ്റേൺ മൂവീസിൻ്റെ ഒരു നേച്ചറാണ്. അതായത് വളരെ ഇൻഅനിമേറ്റഡ് ആയിട്ടുള്ള ഓബ്ജക്ട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ലോണറായിട്ടുള്ള നായകനെ പ്ലേസ് ചെയ്യുക. ഇപ്പം ഭയങ്കര മലകളുടെ ഇടയിലൂടെ കുതിര ഓടിച്ചിങ്ങനെ വരുന്ന നായകൻ. അപ്പം അത് ഈ നായകൻ്റെ ഒരു ലോൺലിനെസ്, അയാളുടെ ഒരു പ്രൊമിനൻസ്, ഈ ലാർജർ ദാൻ ലൈഫ് ഫീലൊക്കെ അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വൈറ്റ് ഷോട്ട്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. അതിൽ പാട്ടുകളെല്ലാം ഭയങ്കര ലിറിക്സ് രസം, മ്യൂസിക് രസമുണ്ട്. പക്ഷേ ഒരു നാടക പാട്ടൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാട്ടുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. പ്രശാന്ത് പിള്ളയെ ലിജോ ജോസ് സിനിമകളിൽ നിരാശപ്പെടുത്താറില്ല. അതെ. മോഹൻലാലിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് എന്താണ് ഒരു വിലയിരുത്തൽ? ഇപ്പോൾ ലിജോയിലേക്ക് വരുമ്പോൾ മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിച്ച ഒരു കാര്യം, മോഹൻലാലിൻ്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യുന്നു, നമുക്ക് വീണ്ടും മോഹൻലാൽ എന്നൊരു ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് ആളുകളുടെ ഒരു വിഷമം അതാണല്ലോ, മോഹൻലാലിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം ഉണ്ടായിരുന്നത്. അപ്പോൾ ലിജോൻ്റെ ഒരു പടത്തിൽ വരുമ്പോൾ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവപ്രകടനമൊക്കെ കാഴ്ചവെക്കുന്ന നമ്മുടെ ഒരു മോഹൻലാൽ ആരാധകർ കൊതിച്ചുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്കും വലിയ എനിക്ക് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പറിക്കാവുന്ന ഒരു റോളേ ഉള്ളൂ. അത്ര വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസോ സീൻസോ മോഹൻലാലിന് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. എക്സെപ്റ്റ് ആക്ഷൻ സീൻസിൽ. ആക്ഷൻ സീൻസ് മോഹൻലാൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഒരു പക്ഷേ മലയാളത്തിൽ വേറൊരു ആക്ടർക്ക് ആക്ഷൻ സീൻസ് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അത് മോഹൻലാൽ ഗംഭീരമായിട്ട് അത് മോഹൻലാൽ എപ്പോഴും ഫ്ലാംബോയൻ്റ് ആണ് ആക്ഷൻ സീൻസിൽ. ഇതിലും അങ്ങനെയായിരുന്നു, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ പൊങ്ങാത്ത തരത്തിലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണോ ഇതെന്ന് വെച്ചാൽ അല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയ ഒരു ജോടെ. എനിക്ക് അതിൽ വേറൊരു രസമുള്ള ഒരു കാര്യം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വഭാവം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണ്. അപ്പം മലൈക്കോട്ടെ വാലിബൻ എന്ന ആ ടൈറ്റിലായിരുന്നു ആദ്യം നമ്മൾ കാണുന്നത്, ഈ സിനിമയെ പറ്റി ആദ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പിന്നീട് സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിലെ ഡിസൈൻ പാറ്റേൺ മൊത്തത്തിൽ വേറൊരു ടൈപ്പായി. അപ്പോൾ ഇടയ്ക്ക് സിനിമയിൽ ആ ഒരു ട്രാക്കിലേക്ക് പോവുകയും ചെയ്യും, പിന്നെ ലിജോ വേറൊരു ട്രാക്കിലേക്ക് എവിടെയോ ഭയങ്കര കൺഫ്യൂഷൻ. ലിജോ ഇത് ബേസിക്കലി പുള്ളിയുടെ ഇൻഫ്ലുവൻസേഴ്സിനോടൊക്കെ ഉള്ള ട്രിബ്യൂട്ട്സ്. ഇപ്പോൾ ഷോയിലെ ഈ സിനിമയിൽ അതുപോലെ വരുന്ന ചില സീൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്പോയിലർ ആവുമെന്ന് അറിയില്ല, പറയണ്ടല്ലേ, നിങ്ങൾ കണ്ട് കാത്തിരുന്നാൽ മനസ്സിലാവും. അതായത് ഒരു പെർട്ടിക്കുലർ സീൻ അല്ലെങ്കിൽ ഒരു ടോട്ടൽ സിറ്റുവേഷൻ ഷോയിലുള്ള അതേപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ എന്ന് ഞാൻ പറയില്ല, ബട്ട് വളരെ അധികം അതിൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് ഈ സീൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതിൽ അവസാനം എത്തുമ്പോൾ ഉള്ളൊരു മൊമെൻ്റാണ് അത്. ഷോയിലെ കണ്ട ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ആ സമയം എത്തുമ്പോൾ കണക്ട് ചെയ്യും. ഇതേപോലെ ഈ പുള്ളിയുടെ വെസ്റ്റേൺ മൂവീസിനുള്ള ഇൻഫ്ലുവൻസ് എനിക്ക് തോന്നുന്നു ഈ കുറോസോവയുടെ സമുറായ് ഫിലിംസിനോടൊക്കെ ഉള്ള പുള്ളിയുടെ ഇപ്പോൾ ഞാൻ കണ്ടു 1-2 പോസ്റ്റ്. ഇപ്പോൾ ഈ യോജിംബോയിൽ ടൊഷിറോ മിഫ്യൂണിൻ്റെ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഇതൊരു ഡിഫറെൻറ്റ് മൂവിയാണ്. ഇത് എല്ലാവരും എനിക്ക് തോന്നുന്നു മേ ബി അടുത്തൊരു കാഴ്ചയിൽ അത് വീണ്ടും വേറെ രീതിയിലായിരിക്കും അനുഭവപ്പെടുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ കഥയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എലമെൻറ്റ്. ഈ ആ എലമെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു സഞ്ചാരത്തിൽ കുറേ കാര്യങ്ങൾ മുമ്പിൽ ചേർത്ത് വെക്കണമായിരുന്നു. അത് ഫ്രെയിം ചെയ്തതിൽ ഈ നാടകത്തിൻ്റെ ഒരു പാറ്റേൺ, ഡയലോഗ് ഡെലിവറി. ഇപ്പം ഡയലോഗ് നമുക്ക് ഇമോഷണലി നമുക്ക് എവിടെയെങ്കിലും കൊള്ളണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നരസിംഹം എപ്പോഴും കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു റൊമാൻറ്റിഫിക്കേഷൻ ഉണ്ടല്ലോ. അതുപോലത്തെ ഡയലോഗ്സിൻ്റെ എലമെൻറ്റുകൾ ഉണ്ടെങ്കിലും അത് അതിനാടകീയമായ ഒരു സംഭാഷണ രീതിയായിട്ട് വന്നതൊരു
എനിക്ക് ഒരു അഭിപ്രായം തോന്നിയത് എന്താ വെച്ചാൽ ഈ കഥയേക്കാൾ കൂടുതൽ ഇതൊരു ഒരു വാരിയറിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി പോലെ ആയിട്ട് വരുന്നുണ്ട്. ഈ വാരിയറാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വാരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതായത് നാട് നീളെ നടന്ന് പോരടിച്ച് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ ഈ കൗബോയ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ, വെസ്റ്റേൺ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ നാട് മുഴുവൻ തോക്കുമായിട്ട് കറങ്ങുന്നു, ഓരോരോ വള്ളി പിടിക്കുന്നു, പിന്നെ മുന്നോട്ട് പോകുന്നു. ഈ തരത്തിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ച് ലൈഫിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, ബന്ധങ്ങളില്ലാത്ത, ഒറ്റപ്പെട്ട വാരിയർ. ഈ ഒരു വാരിയറിൻ്റെ ക്യാരക്ടർ സ്റ്റഡി കൂടെയാണ് ഈ സിനിമ ആക്ച്വലി. ഒരു ഘട്ടെത്തുമ്പോഴേക്കും ഇങ്ങനെ ഒരു വാരിയറെ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ അകത്ത് ലാഗ് ചെയ്യുന്ന ഒരു മൊമെൻ്റായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഈ ക്യാരക്ടറുമായിട്ടൊരു കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം ഈ സിനിമ പിടിക്കുന്നതാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിനകത്ത് തോന്നിയ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഈ വാരിയറിൻ്റെ കോൺഫ്ലിക്റ്റുകളിലേക്ക് പോവുക, അയാളുടെ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള അയാളുടെ അസ്തിത്വ പ്രശ്നങ്ങളിലേക്ക് പോവുക, അയാളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട അയാളുടെ പ്രശ്നങ്ങളിലേക്ക് പോവുക, അയാളുടെ ലൈഫിൻ്റെ പർപ്പസിനെ കുറിച്ച് തന്നെ അയാൾ വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. ഇതിലേക്കൊക്കെ നമ്മൾ എത്താൻ ഒരുപാട് സമയം എടുക്കുന്നു എന്ന് മാത്രമല്ല, എത്തുമ്പോഴേക്കും നമുക്ക് ഈ വാരിയറായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ശരിക്കും ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് ആ രീതിയിൽ ഉള്ളിലോട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഈ ക്ലൈമാക്സ്. നമ്മളതിനെ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നോക്കുമ്പം വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മൊമെൻ്റാണ് ഈ ക്ലൈമാക്സ്. പക്ഷേ ആ തരത്തിലൊരു കോൺഫ്ലിക്റ്റ് ഒന്നും ഈ കാണുന്ന ആൾക്കാരിൽ ഉണ്ടായിട്ടുണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും സ്ക്രിപ്റ്റ് പലപ്പോഴും കൺഫ്യൂസിങ്. ഒരു വാരിയറിൻ്റെ ആ ക്യാരക്ടർ സ്റ്റഡിയിലേക്ക് പോകണോ, നിങ്ങൾ ഇയാളുടെ ഈ പറഞ്ഞ ഫീറ്റ്സ്, അതായത് ഇയാളുടെ യുദ്ധങ്ങൾ കാണിക്കണോ, എന്താണോ ഇയാളുടെ റിലേഷൻഷിപ്സ് കാണിക്കണോ, എവിടെയാണ് ഈ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവാത്ത രീതിയിൽ സ്ക്രിപ്റ്റ് കാട് കയറിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നാടകീയത എന്ന് പറയുന്നതിൽ ഒരു അപകടമുണ്ട്. കാരണം നാടകത്തിൽ നമുക്ക് ഇമോഷൻസ് ഒക്കെ വർക്ക് ചെയ്യും. അതെ. പക്ഷെ പലപ്പോഴും അതിനാടകീയമായി പോകുന്ന ഡയലോഗുകൾ എന്നൊക്കെയാണ് പറയേണ്ടി വരിക. തിയേറ്ററിൽ കണ്ടാലേ രസം ഉണ്ടാവുള്ളൂ കേട്ടോ ഈ സിനിമ. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് തോന്നുന്നു ലിജോ, നിങ്ങളൊരു മുൻവിധികളില്ലാതെ തിയേറ്ററിൽ പോയി കാണും. അതായത് ഞാൻ ഇന്നതാണ് കാണാൻ പോകുന്നത് എന്നുള്ള മുൻവിധികളില്ലാതെ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. എനിവേ, ഒരു ടിപ്പിക്കൽ ഒരു ആക്ഷൻ മൂവി അല്ല, ഒരു ടിപ്പിക്കൽ ഡ്രാമയല്ല, ഒരു ടിപ്പിക്കൽ ഫാൻറ്റസി അല്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത വേറൊരു പടമാണ്. ഇതൊരു മോഹൻലാൽ സിനിമയല്ല, ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ തന്നെയാണ്. അപ്പം പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മലക്കോട്ടെ വാലിബൻ എല്ലാവിധ ഭാവുകങ്ങളും. ഫാൻസിന് ഇഷ്ടപ്പെടുന്നു. ഫാൻസിന് ഇഷ്ടപ്പെടാവുന്ന മൊമെന്റ്സ് ഒരുപാട് ഉണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ട്. ഫാൻസിന് ഇഷ്ടപ്പെടാതെ എനിക്ക് തോന്നുന്നു ആക്ഷൻ കൊറിയോഗ്രഫി ഇറ്റ്സെൽഫ് ഫാൻസിന് വർക്ക് ചെയ്യും. ബേസിക്കലി എന്താ വെച്ചാൽ ഈ രാവിലെ 6 മണിക്കൊക്കെ സിനിമ കാണാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടൊക്കെ എടുത്ത് പോയി കഴിയുമ്പോൾ മോഹൻലാൽ മാസ് പടം എന്നൊക്കെ ഇതൊരു വെറും ആക്ഷൻ, ഒരു പ്യുവർ ആക്ഷൻ മൂവി അല്ലേ ഇത്. മോഹൻലാൽ പറഞ്ഞതിനാണ് ഇതൊരു മാർഷ്യൽ ആർട്സ് പടം ഒന്നും അല്ല, ഇതൊരു മാർഷ്യൽ ആർട്ട് മൂവി അല്ല, ഒരു പ്യുവർ ആക്ഷൻ പടമല്ല. ഇതൊരു കഥ. ഇത് ആക്ച്വലി ഒരു വാരിയറിന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി ആണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ബേസിക്കലി അതാണ് സിനിമ. അത് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിവേ, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരു കാര്യം കൂടിയുള്ള വെച്ചാൽ ഇപ്പൊ ട്രോളുകളെല്ലാം വരുന്നുണ്ടല്ലോ, അതിൽ പറയുന്ന ഇതൊരു തീർന്നു, പൊട്ടി, കഴിഞ്ഞു, അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇല്ല. ഒരു മിനിമം ഗ്യാരണ്ടി. ഒരു 10-1 ക്വാളിറ്റി ഇല്ലാത്ത സിനിമകൾ മലയാളത്തിൽ ഓടുന്നു, ഹിറ്റ് ആവുന്നു. ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല.